പാണക്കാട്ട് പൂക്കോയ തങ്ങൾക്കൊരു പട്ടാളമുണ്ട്. ആ പട്ടാളം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ, ഇവിടുത്തെ സാധാരണക്കാർ. പാണക്കാട്ട് പൂക്കോയ തങ്ങൾ ഇങ്ങനെ വിരൽ നൊടിച്ചാൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരെ, അത്രമേൽ ആളുകളോട് ഇഴകിച്ചേർന്ന മനുഷ്യൻ. ആ പാണക്കാട്ട് പൂക്കോയ തങ്ങളുടെ മകനാണ് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പൂക്കോയ തങ്ങൾ നന്നായി പഠിപ്പിച്ചു. 1952 അദ്ദേഹത്തെ കോഴിക്കോട്ടെ MA ഹൈസ്കൂൾ കൊണ്ടുപോയി ചേർത്ത് SLC പാസ്സായി. SLC പാസ്സായതിനു ശേഷം പൂക്കോയ തങ്ങൾ മകനെ പറഞ്ഞയച്ചത് തലക്കെടുത്തൂർ പള്ളി ദർസിലേക്കാണ്. 2 പള്ളി ദർസുകളിൽ പഠിച്ചു. അപ്പോഴാണ് ഈജിപ്തിൽ നിന്നുള്ളൊരു സംഘം കേരളം സന്ദർശിച്ച ഘട്ടത്തിൽ CH മുഹമ്മദ് വായ സാഹിബാണ് ഇത് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. മഹാനായ അസ്ഹരി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു പിന്തുണയോടുകൂടി ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിലേക്ക് 1958 ശിഹാബ് തങ്ങൾ പോവാണ്. അൽ അസ്ഹർ സർവകലാശാലയിൽ പഠനശേഷം അവിടെ തന്നെ കൈറോ യൂണിവേഴ്സിറ്റി, അന്ന് ജ്ഞാനപ്രസരണത്തിൻ്റെ ഹബ്ബാണ് ഈജിപ്റ്റ്. ആ കൈറോ യൂണിവേഴ്സിറ്റിയിൽ 3 വർഷം ഫിലോസഫിയിലാണ്, സൂഫിസത്തിലാണ് പാണക്കാട്ട് ശിഹാബ് തങ്ങൾ ഡിഗ്രി പഠിച്ചത്. സൂഫിസത്തിൽ ആ പഠനം പൂർത്തീകരിച്ചപ്പോൾ ശിഹാബ് തങ്ങൾ അങ്ങേയറ്റത്തും നന്നായി എഴുതാൻ പറ്റുന്ന ആളാണ്, രചനാപാഠമുള്ള ആളാണ്, അധ്യാപനത്തിന് വല്ലാതെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ വാപ്പാക്ക് കത്തയച്ച്, വാപ്പ ഇവിടെ ഒരു അധ്യാപനത്തിലൊരു പോസ്റ്റ് വരുന്നുണ്ട്, ഞാനിങ്ങനെ ഇവിടെ തന്നെ തുടർന്നോട്ടെ എന്ന രൂപത്തിലൊരു കത്തയച്ചു. പൂക്കോയ തങ്ങൾ തിരിച്ച് കത്തയച്ചു, വാപ്പാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി, ഇങ്ങോട്ട് വന്നോളൂ എന്നാണ് പറഞ്ഞത്. നാട്ടിലെത്തിയിട്ട് പൂക്കോയ തങ്ങളുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, ശിഹാബ് തങ്ങൾ വീട്ടിൽ റൂമിലുണ്ട്. വാപ്പ എന്തെങ്കിലും പറയണമല്ലോ, ഇനിയിപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകണമെങ്കിൽ, ഇനി എന്ത് ചെയ്യണമെന്ന് വാപ്പയുടെ തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ മുനവറിൽ തങ്ങൾ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, അഭിനന്ദനായ ശിഹാബ് തങ്ങളെ വിളിക്കുകയാണ്. കോയമോൻ എന്ന് പറഞ്ഞാൽ ശിഹാബ് തങ്ങൾ വിളിച്ചിരുന്ന പേരാണ്. കോയമോൻ വരിയെന്ന് പറഞ്ഞു. വാപ്പ എന്തോ തീരുമാനം പറയാൻ പോകുന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ പറഞ്ഞത്, ആ വന്നവർക്ക് ചായ കൊടുക്കുന്നു. പാണക്കാട് വന്ന ആൾക്കാർക്ക് ചായ കൊടുക്കാൻ എവിടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം പൂർത്തീകരിച്ച് കൈറോ യൂണിവേഴ്സിറ്റിയിൽ സൂഫിസത്തിൽ പഠിച്ചു വന്നൊരു കുട്ടിയോട് ഈ വരുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കാൻ കൽപ്പിച്ച പിതാവാണ് പാണക്കാട്ട് പൂക്കോയ തങ്ങൾ എന്നത്. നീ ജീവിക്കേണ്ടത് ഈ മനുഷ്യർക്കിടയിലാണ് എന്ന സന്ദേശം എല്ലാ മക്കളെയും അങ്ങനെ വളർത്തും. ഒടുവിൽ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന മലബാറിലെ മലയാളിയുടെ അഭിമാന പുത്രൻ, അദ്ദേഹത്തൊക്കെ എത്രമേൽ ആളുകൾ സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് പാണക്കാട് കൊടപ്പനക്കൽ വീട്ടിൽ കറണ്ട് ലഭിച്ചത് വളരെ വൈകിയാണ്. കാരണം അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാണക്കാട്ട് വീട്ടിൽ കറണ്ട് വലിക്കാൻ വന്നപ്പോൾ ഈ നാട്ടിൽ എല്ലാവർക്കും കറണ്ട് കിട്ടണമെന്ന് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയാൽ മതിയെന്ന് നിലപാടെടുത്താലാണ് പൂക്കോയ തങ്ങൾ. കോളിംഗ് ബെല്ലില്ലാത്ത കാലത്ത് തങ്ങളുടെ അടുത്ത് വന്ന് അഭിനന്ദനായ മർഹൂം MI തങ്ങൾ, അള്ളാഹു ഖബറും വെളിച്ചാക്കി കൊടുക്കട്ടെ, MI തങ്ങൾ ഒരിടത്ത് പ്രസംഗിക്കുന്നതും ഒരിടത്ത് സംസാരിച്ചതുമായി കേട്ടൊരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജീവിതത്തിൽ കണ്ട ഒരേ ഒരു വലി പാണക്കാട്ട് പൂക്കോയ തങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കുന്ന കാലത്ത് പൂർണ്ണ ഗർഭിണികളായ മക്കളെയും കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയും കൊണ്ടൊക്കെ പൂക്കോയ തങ്ങളടുത്തൊക്കെ എടുത്തിയൊന്ന് ദോരപ്പിച്ച് ബർക്കത്തെടുത്താൽ സുഖപ്രസവം ഉണ്ടാവുമെന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരു ഉമ്മയും ബാപ്പി മോളും കൂടി തങ്ങളടുത്ത് വന്നതാണ്. അപ്പോൾ തങ്ങൾ പരിപാടി കഴിഞ്ഞ് വന്ന് നേരത്തെ വന്ന് കിടന്നിട്ടുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇവർ പുറത്ത് നിൽക്കണം. അപ്പോൾ ഇവർ അല്പമൊക്കെ കാത്തു നോക്കി വൈകണമെന്ന് കണ്ടപ്പോൾ തങ്ങളെ വിളിച്ചു നോക്കി. അപ്പോൾ അകത്തുനിന്ന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. അപ്പോൾ ഇവർ പുറത്ത് കുറച്ചുകൂടി നിന്നു, വീണ്ടും വിളിച്ചു, മറുപടി ഇല്ല. രാത്രിയായപ്പോൾ അവർക്ക് തിരിച്ചു പോകാനും വയ്യ, അവർ അറിയത്ത് നിന്നു. ബഹുമാനക്കേടാവില്ല വെച്ചിട്ട് സൗണ്ടിൽ വല്ലാതെ വാതിൽ കൊട്ടി പിടിക്കാനും വയ്യ. ഒടുവിൽ നല്ല മഴ പെയ്തപ്പോൾ അവർ ഇറയത്ത് ഒന്നുകൂടി കയറിയെന്നു. നന്നായി കാറ്റടിച്ച് ആ മുറ്റത്ത് കൊമ്പൊടിഞ്ഞ് വീഴുമാർ കാറ്റടിച്ചു എന്നാണ്. പൂക്കോയ തങ്ങൾ വാതിൽ തുറക്കാത്തിൽ ഈ പിതാവ് വല്ലാതെ വിഷമിച്ചു. കാരണം മോളെയും കൊണ്ടുവന്നതാണ്, ഭാര്യയും മോളെയും കൊണ്ടുവന്നതാണ്. ഇതെന്ത് തങ്ങളാണെന്ന് വരെ ചിന്തിച്ചു ചെയ്യുന്നു. തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു എടുക്കാൻ പുറത്തേക്ക് വരുമ്പോൾ ടോർച്ച് എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുന്ന കൂട്ടത്തിൽ ഇവരെ കണ്ടു. നിങ്ങൾ ആരാണെന്ന്? ഞങ്ങൾ ദ്വാരപ്പിക്കാൻ വന്നതാണ്. ഈ പാതിരാത്രിയാണോ ദ്വാരപ്പിക്കേണ്ടി വരിക? തങ്ങളെ ഞങ്ങൾ ഇന്നലെ വന്നതാണെന്നോ?
തങ്ങളുടെ കയ്യും കാലും കുഴഞ്ഞു പോയി. അവരകത്ത് കൊണ്ടുപോയി ഇരുത്തി ചായ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ റബ്ബെ ചെയ്തു പോയത്, നിങ്ങൾ പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു. തങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങിയപ്പോൾ ആ പിതാവും മാതാവും പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി പൊരുത്തപ്പെട്ടിരിക്കും തങ്ങളെ, അറിഞ്ഞുകൊണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ടിയും തോരന്നാൽ മതി, എൻ്റെ മോൾക്ക് വേണ്ടി തോരന്നാൽ മതി. തങ്ങൾ തോരന്നു. മുറ്റം വരെ വന്ന് അവരെ യാത്രയാക്കി. പ്രിയപ്പെട്ട മുണ്ടുപ്പാറയിലെ ഈ സദസ്സിലിരിക്കുന്ന ജനങ്ങളെ, അതിനുശേഷം പാണക്കാട്ട് പൂക്കോയ തങ്ങൾ റൂമിൽ ഉറങ്ങിയിട്ടില്ല. ജനാൽപ്പൊളിയുടെ പുറത്തേക്ക് ഒരു കട്ടിലിട്ട് കൊടുന്നു പുറത്ത്. ആ കട്ടിലാണ് പാണക്കാട്ട് പൂക്കോയ തങ്ങൾ ഉറങ്ങിയത്. അതിൽ ജനാലിൻ്റെ പൊളി അടക്കൂല, ആര് വന്നാലും തങ്ങളെ എന്ന് വിളിക്കാം.